അത് ഞാൻ അബ്ദു വൈലോഗ്രാഫാം. ഇന്നുള്ള കാലാപ്പാടിൻ്റെ പ്ലാന്റേഷനാണ്. ഇതുണ്ടോ, കറക്റ്റ് പ്രൂണിങ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചാണ് കാലാപ്പാടിൻ്റെ മാങ്ങ കാണുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കായ്ക്കുന്ന ഒരു മാവാണ്. വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയൊരു മാവ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കാലാപ്പാടി. അപ്പോൾ നിർബന്ധമായിട്ട് കാലാപ്പാടിൻ്റെ തൈകൾ വെച്ചുകൊണ്ട് ഇതുണ്ടോ, ഇതുവർ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നതാണ്, പ്രൂൺ ചെയ്ത് സെറ്റാക്കി വെച്ച തോട്ട. ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലാണ്, അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് എന്താ ഇതിനൊക്കെ മെഡിസിൻ ആഡ് ചെയ്യണം. COC പിന്നെ കമ്പുമ്മലും ഇലമ്മലും ഒക്കെ പരട്ടണം. അങ്ങനെ ബുഷായി നമ്മുടെ നാട്ടിൽ മൊത്തം ബുഷായി നിർത്തുന്നതല്ലേ, ഇത് ബുഷായി നിർത്തുന്നില്ല, അതൊരു കട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ കട്ട് ചെയ്തിട്ട് 4 കൊമ്പ് നിർത്തിയതാണ്. 4 കൊമ്പ് നിർത്തിയിട്ട് അതിന്മേൽ നല്ല ഈൽഡിങ് കിട്ടും, ഉള്ളിലൊക്കെ മാങ്ങ ഉണ്ടാവും. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാവിനെ കാലാപ്പാടിനെ അങ്ങനെ ബുഷാക്കരുത്. ഇങ്ങനെ 3-4 കൊമ്പ് നിർത്തിയിട്ട് ടൈറ്റാക്കി എടുക്കണം. ഇതുണ്ടോ, ഇന്നൊരു സംശയമുണ്ട് വാട്സപ്പ് ചെയ്താൽ മതി, കോൾ ചെയ്താൽ കിട്ടില്ല. കാലാപ്പാടിൻ്റെ തൈകൾ നമ്മൾക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, വലുതും ചെറുതും എല്ലാം ഉണ്ട്. ഓക്കെ, ബായ്.